Welcome to Plus 2 Physics Series Part 3 Electrostatics. ആദ്യം നമുക്കൊരു ഒന്ന് രണ്ട് ചോദ്യം പ്രോബ്ലം ഒന്ന് കാണാം. A charge Q1, capital Q1, is located at the origin of a coordinate system. Another charge Q2 is located at xy bracket coordinates xy, comma, a distance r away from Q1, small r away from Q1. Find the components of the electrostatic force exerted by Q1 on Q2 in terms of x, y, and r. ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിനിൽ Q1 എന്ന് പറയുന്ന ചാർജ് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് 6 അകലത്തിൽ Q2 വെച്ചിട്ടുണ്ട്. അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. നമുക്കറിയാം Coulomb's law, force between two charges F equals 1/4πε0 into Q1 Q2 by r square ആണ്. അത് സ്കെയിലാർ ഫോമില. അത് വെക്റ്റർ ഫോമിൽ പറയുമ്പോൾ 1/4πε0 into Q1 Q2 ഇതെല്ലാം സ്കെയിലറാണ്. ബൈ ആർ സ്ക്വയറിന് പകരം ആർ ക്യൂബ് ഇൻറ്റു വെക്റ്റർ ആർ. ഇതാണ് വെക്റ്റർ ഫോം. ഇതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ പഴയ ഫോം വരും. മോഡുലസ് ആർ എന്ന് പറയുമ്പോൾ വെക്റ്റർ ആറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ആർ ബൈ ആർ ക്യൂബ് എന്ന് ആർ സ്ക്വയർ. ആ സ്കെയിലാർ ഫോമിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത് വെക്റ്റർ ആക്കുമ്പോൾ ഇത് ആർ ക്യൂബ്, ഇവിടെ വെക്റ്റർ ആർ എന്ന് ഇടുമ്പോൾ ഇത് ഓർത്തിരിക്കും. പക്ഷെ നമുക്കറിയാം ഏത് വെക്റ്ററും അതിൻ്റെ കമ്പോണൻസ് ആക്കി എഴുതും. ഇതിപ്പോൾ 2 ഡയമെൻഷൻ എക്സും വൈ 2 കോർഡിനേറ്റ്സ് തന്നിട്ടുള്ളൂ. അപ്പോൾ വെക്റ്റർ ആർ ഈക്വൽസ് എക്സ് ഐ പ്ലസ് വൈ ജെ. ഇത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എഫ് ഈക്വൽസ് 1/4πε0 ഈസ് 9 into 10⁻⁹ ഇൻറ്റു Q1 Q2 ബൈ ആർ ക്യൂബ് ഇൻറ്റു വെക്റ്റർ ആറിന് പകരം എക്സ് ഐ പ്ലസ് വൈ ജെ. അപ്പോൾ ഇതിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ ഐയുടെ കോഎഫിഷ്യൻ്റായിട്ട് വരുന്നത് ഇതിൻ്റെ എക്സ് കമ്പോണൻ്റ്. സോ എഫ് എക്സ് ഈക്വൽസ് 9 into 10⁻⁹ ഇൻറ്റു Q1 Q2 ബൈ ആർ ക്യൂബ് ഇൻറ്റു എക്സ്. അല്ലെ 9 into 10⁻⁹ ഇൻറ്റു Q1 Q2 ഇൻറ്റു എക്സ് ബൈ ആർ ക്യൂബ്. ഇത് വേണമെങ്കിൽ എഫ് എക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് ബൈ ആർ ക്യൂബ് എന്ന ചോദ്യം അനുസരിച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതൊരു കോൺസ്റ്റൻ്റാണ്. അപ്പോൾ എഫ് എക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് ബൈ ആർ ക്യൂബ്. ഇതുപോലെ വൈ കമ്പോണൻറ്റ് എഫ് വൈ ഈക്വൽസ് 9 into 10⁻⁹ ഇൻറ്റു Q1 Q2 ഇൻറ്റു വൈ ബൈ ആർ ക്യൂബ്, ഓർ എഫ് വൈ ഈസ് പ്രൊപ്പോർഷണൽ ടു വൈ ബൈ ആർ ക്യൂബ്. ഇതുപോലെ ഇസഡ് കമ്പോണൻറ്റും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ എഫ് ഇസഡ് ഈക്വൽസ് 9 into 10⁻⁹ ഇൻറ്റു Q1 Q2 ഇൻറ്റു ഇസഡ് ബൈ ആർ ക്യൂബ് എന്നും കൂടെ വരും. അത് ഈ 3 കമ്പോണൻസ് കൂടുതൽ നമുക്ക് ചോദിക്കില്ലല്ലോ. അതതിൻ്റെ ആൻസർ. അടുത്ത പോകാം. A glass rod rubbed with a piece of silk is found to possess a charge of 1 microcoulomb. Find the number of electrons transferred and from which to which. State the principle that decides the number of electrons ട്രാൻസ്ഫേർഡ്. ഞാൻ പറഞ്ഞു n ഇലക്ട്രോൺസ്
ഗ്ലാസ്സിനെ സിൽക്ക് കൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിന് ഇലക്ട്രോൺസ് നഷ്ടപ്പെടും. ഗ്ലാസ്സിൽ നിന്നും ഇലക്ട്രോൺസ് സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. എന്നിട്ട് ഗ്ലാസ്സിന് പോസിറ്റീവ് ചാർജ് കിട്ടും, സിൽക്കിന് അതേ അളവിൽ നെഗറ്റീവ് ചാർജ് കിട്ടും. ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ആയെങ്കിൽ ക്വാണ്ടൈസേഷൻ റൂൾ അനുസരിച്ച് ചാർജ് ഓൺ ദി ഗ്ലാസ് റോഡ് ഈസ് Q equals N into E. N is the number of electrons transferred, E is the charge of one electron. ഇവിടെ the number കാണാം, N equals Q by E. Q എന്ന് പറഞ്ഞാൽ 1 മൈക്രോ കുളമ്പം തന്നിട്ടുണ്ട്. 1 മൈക്രോ കുളമ്പ് ഈസ് 10⁻⁶ കുളമ്പ് by charge of electron is 1.6 into 10⁻⁹ കുളമ്പ്. ഇത് രണ്ടും കുളമ്പാണ്. ആൻസർ ഈസ് 6.25 into 10⁻12. ഇത്രയും ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ. വിച്ച് ടു വിച്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദിസ് മച്ച് ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ഗ്ലാസ് ടു സിൽക്ക്. So that glass becomes positively charged and silk becomes negatively charged by equal amount. അപ്പോൾ state the principle that decides the number of electrons transferred. The principle is principle of conservation of electric charge. നെയിം ചെയ്യാനേ ചോദിച്ചിട്ടുള്ള പേരങ്ങ് പറഞ്ഞു വെക്കുക. ഈ പേര് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ മതി. ഓർ ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം ഓർ ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദി ടോട്ടൽ ചാർജ് റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെയും പറയും. അടുത്ത ചോദ്യം. 3 ചാർജസ് -2 millicoulomb +4 millicoulomb and +1 millicoulomb are located at points A, B and C, capital letters A, B and C respectively on a straight line. If AB equals 15 centimeter and BC equals 5 centimeter, find the force on the charge at C. What is the principle involved in the calculation? ഇതാണ് ചോദ്യം. ഇവിടെ 3 ചാർജസ് -2 millicoulomb +4 millicoulomb and +1 millicoulomb 3 പോയിൻറ്റ്സ് വെച്ചിരിക്കുക. ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ എ ബി സി. എ ബി 15 സെൻറ്റിമീറ്റർ, ബി സി ഈസ് 5 സെൻറ്റിമീറ്റർ. ഇവിടെ ഇപ്പോൾ ഈ സിയിലിരിക്കുന്ന ചാർജിലുള്ള ഫോഴ്സാണ് കാണേണ്ടത്. ഈ സിയെ എയും സിയും കൂടെ ഫോഴ്സുണ്ട്, ബിയും സിയും കൂടെ ഫോഴ്സുണ്ട്. അത് ഓരോന്നും കണ്ടുപിടിക്കണം. എയും സിയും കൂടെ ഉള്ള ഫോഴ്സ് കാണുമ്പോൾ എയും സിയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊള്ളണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. അപ്പോൾ എഫ് എ സി, ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ് അറ്റ് എ ആൻഡ് ചാർജ് അറ്റ് സി. സിയിലുള്ള ചാർജിലുള്ള ടോട്ടൽ ഫോഴ്സാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അത് എയും സിയും കൂടെ എഫ് എ സി ഈക്വൽസ് 9 × 10⁻⁹ ഇൻറ്റു 1/4πε0 into Q1 Q2. Q1 is 5 × 10⁻³ ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ചാർജിൻ്റെ സൈൻ ഫോഴ്സ് കാണുമ്പോൾ ഉപയോഗിക്കേണ്ട, പടത്തിൽ ഡയറക്ഷൻ വരച്ച് കാണിച്ചാൽ മതി. അപ്പോൾ -5 എന്നുള്ളത് -2 എന്നുള്ളത് വെറും 2 എന്നങ്ങ് ഇട്ടാൽ മതി. 2 millicoulomb ആയതുകൊണ്ട് 2 × 10⁻³ ഇൻറ്റു സിയിലെ ചാർജ് 1 millicoulomb. അപ്പോൾ 1 × 10⁻³ ഡിവൈഡഡ് ബൈ എ സി സ്ക്വയർ. അതാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 15 + 5 20 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ മീറ്റർ ആക്കണം. 20 × 10⁻² ദി ഹോൾ സ്ക്വയർ. ഇത് മീറ്റർ ആക്കിയതാണ്.
ആൻസർ ഫോർ 0.5 ഇൻറ്റു 10⁵5 ന്യൂട്ടൺ എന്ന് വരും. ഇത് മൈനസും ഇത് പ്ലസ്സും ആയതുകൊണ്ട് ഈ എഫ് എ സി അട്രാക്ഷനാണ്, ഇങ്ങോട്ടാണ്. ഐ എം സോറി, എഫ് എ സി അട്രാക്ഷനാണ്, ഇങ്ങോട്ടാണ് എഫ് എ സി ഇങ്ങോട്ടാണ്. ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് തെറ്റാണ്, ഇങ്ങോട്ടാണ് എഫ് എ സി. അടുത്തത് എഫ് ബി സി, ബിയും സിയും കൂടെയുള്ള ഫോഴ്സ് കാണുക. എഫ് ബി സി ഈക്വൽസ് 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു ബിയിലെ ചാർജ് +4 മില്ലി കുളമ്പ്. അപ്പോൾ 4 ഇൻറ്റു 10⁻³ ഇൻറ്റു സിയിലെ 1 ഇൻറ്റു 10⁻³ ബൈ എ ബി എന്ന് പറഞ്ഞ 15, ബി സി സ്ക്വയർ. ബി സി ഈസ് 5 ഇൻറ്റു 10⁻² മീറ്റർ ആക്കുമ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 25 ഇൻറ്റു 10⁻⁴. ആൻസർ ഈസ് 144 ഇൻറ്റു 10⁵5 ന്യൂട്ടൺ. ഇത് പ്ലസ് ചാർജാണ്, ഇതും പ്ലസ് ചാർജാണ്, രണ്ടും കൂടെ പ്ലസ് ആയതുകൊണ്ട് റിപ്പൽഷനാണ്. അപ്പോൾ ബിയിലെ ചാർജ് സിയിലെ ചാർജിനെ റിപ്പൽ ചെയ്യും. ഇങ്ങോട്ടാണ് എഫ് ബി സി. ഇത് തിരിച്ച് എഴുതിയത് എഫ് എ സി ഇങ്ങോട്ടും എഫ് ബി സി ഇങ്ങോട്ടുമാണ്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സാണ്. അപ്പോൾ റിസൾട്ടൻ്റ് കാണാൻ രണ്ട് ഫോഴ്സസ് ഓപ്പോസിറ്റാണ്, റിസൾട്ടൻ്റ് കാണുന്നത് വലുതിൽ നിന്ന് യുരുതം കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ എഫ് ഈക്വൽസ് റിസൾട്ടൻ്റ് ഫോഴ്സ് ഓൺ ദി ചാർജ് അറ്റ് സി, എഫ് ഈക്വൽസ് എഫ് ബി സി മൈനസ് എഫ് എ സി. That is 144 into 10⁵ minus 4.5 into 10⁵. That is 139.5 into 10⁵ ന്യൂട്ടൺ. ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈ ലാർജർ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് എവേ ഫ്രം ബി. റിസൾട്ടൻ്റ് ഇങ്ങോട്ടുള്ള ഫോഴ്സ് ആണല്ലോ വലുത്, അപ്പോൾ റിസൾട്ടൻ്റ് അങ്ങോട്ടാണ്. അപ്പോൾ ബിയിൽ നിന്നും അകലേക്ക്, എവേ ഫ്രം ബി, അല്ല ഇൻ ദി ഡയറക്ഷൻ ബി, എലോങ് ദി ഡയറക്ഷൻ ബി സി അല്ലെ എ സി എന്നൊക്കെ പറയാം. എവേ ഫ്രം എ ആൻഡ് ബി അല്ലെ എവേ ഫ്രം ബി എന്നെല്ലാം പറയാം. ഇതിൽ ഈ എഫ് എ ബി ഇപ്പോൾ ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടത് എഫ് ബി സി മൈനസ് വെക്ടർ ഫോമിലാണ്, നമ്മൾ വെക്ടർ സമ്മായത്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ചാർജിലുള്ള പല ചാർജുകൾ ചേർന്ന് ഒരു ചാർജിലുണ്ടായ കൊടുത്ത ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ് ഉപയോഗിച്ചാണ്. അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് എഫ് ബി സി മൈനസ് എഫ് എ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ്. അത് ഉപയോഗിച്ചാണ് ഈ കാൽക്കുലേഷൻ നടത്തിയത്. അടുത്ത പോയിൻ്റ് അത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ്. ഈ ചോദ്യവും ഡിസ്കഷനുമായിട്ട് ഇങ്ങനെ പോകാം. ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം, ഒരു ഫാനിൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ ഫാനിൻ്റെ കാറ്റ് നമുക്ക് ഉണ്ടാകും. അകന്നകന്ന് പോകുന്തോറും ആ കാറ്റ് കുറയും. അപ്പോൾ ഫാനിൻ്റെ കാറ്റ് എവിടെയൊക്കെ കിട്ടുന്നോ ആ പ്രദേശം ആ ഫാനിൻ്റെ ഫീൽഡെന്ന് പറയും. ഒരു ബൾബിൽ നിന്ന് വരുന്ന പ്രകാശം എവിടെയൊക്കെ കിട്ടുമോ ആ പ്രദേശങ്ങളൊക്കെ കൂടെ ചേരുന്നതാണ് ആ ബൾബിൻ്റെ ഒപ്റ്റിക്കൽ ഫീൽഡ്. ഇതുപോലെ ഒരു ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര ഭാഗത്തൊക്കെ അനുഭവപ്പെടുന്നു ആ പ്രദേശം എല്ലാം കൂടെ ചേരുന്നത് ആ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുക. ആ പരിസരത്ത് ആ ഫീൽഡിലെ മറ്റേത് ചാർജ് വന്നാലും ഇത് അതിനെ അട്രാക്റ്റ് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ചെയ്യും. അപ്പം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ റീജിയൺ ഓഫ് സ്പേസിൻ്റെ ഒരു ഭാഗമാണ്, വേർ ആൻ ഇലക്ട്രിക് ചാർജ് എക്സ്പീരിയൻസസ് അനുഭവപ്പെടുക. ഏത് ചാർജ് കൊണ്ട് അവിടെ വെച്ചാലും ദാറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ആൻ ഇലക്ട്രിക് ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ ഒറിജിൻ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്
ഒരു ചാർജിന് അനുഭവപ്പെടുന്നുവെങ്കിൽ ആ പ്രദേശം ഒരു ഇലക്ട്രിക് ഫീൽഡാണ്. അതിൽ ഫീൽഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത പോസിക്സിൽ വരും. ഫീൽഡിൻ്റെ ശക്തി നിർണ്ണയിക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ബിഗ് 3 ഇല്ലാത്ത ഒരെണ്ണം അതാണ്. ഇപ്പോൾ ഫീൽഡിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ 2 സംഭവങ്ങളുണ്ട്. ഒന്ന്, വെറുതെ ഫീൽഡ് ഉണ്ടാവില്ല. ഈ ഫീൽഡ് ഉണ്ടാകാൻ കാരണക്കാരായ ചാർജോ ചാർജിൻ്റെ ഒരു സമൂഹമോ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് ചാർജസോ സിംഗിൾ ചാർജോ എന്തെങ്കിലും കാണാം. അതിനെ ഫീൽഡ് ക്രിയേറ്റിംഗ് ചാർജ് എന്ന് പറയാം. പ്രകാശം കിട്ടുന്നത് ബൾബിൽ നിന്നാണ്. ബൾബ് അവിടുത്തെ ഫീൽഡ്, ഓപ്റ്റിക്കൽ ഫീൽഡിൻ്റെ ക്രിയേറ്റർ. ഫീൽഡ് ക്രിയേറ്റിംഗ് എൻറ്റൈറ്റി എന്ന് പറയുന്ന ബൾബ്. നമുക്ക് കിട്ടുന്ന സൺലൈറ്റ് അതിൻ്റെ ക്രിയേറ്റർ സണ്ണാണ്. അപ്പോൾ ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന ചാർജോ ചാർജിൻ്റെ കളക്ഷനോ എന്തെങ്കിലും ആവാം. അത് പല രീതിയിലുള്ള കേസുകൾ നമ്മൾ കാണും. അതിനെ ഫീൽഡ് ക്രിയേറ്റിംഗ് ചാർജ് എന്ന് വിളിക്കും. ഇനി ഈ ഫീൽഡിൻ്റെ ശക്തി അളക്കണമെങ്കിൽ, ഇൻറ്റൻസിറ്റി അളക്കണമെങ്കിൽ, അല്ലെ ഫീൽഡിനെ പറ്റി പഠിക്കണമെങ്കിൽ നമുക്ക് ഒരു പ്രോബ് വേണം. അതിനെ ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അറിയണമെങ്കിൽ ഈ ടെസ്റ്റ് ചാർജ് അവിടെ കൊണ്ടുവെക്കും. എന്നിട്ട് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് നോക്കും, മെഷർ ചെയ്യും. എന്നിട്ട് അങ്ങനെ ഉണ്ട്. ഇൻറ്റൻസിറ്റി F/Q. ടെസ്റ്റ് ചാർജ് കിട്ടിയ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടെസ്റ്റ് ചാർജ്, F/Q. അതാണ് ഇൻറ്റൻസിറ്റി. ആ ഫോഴ്സ് എങ്ങോട്ടാണോ ആ ടെസ്റ്റ് ചാർജിന് കിട്ടിയത് അതാണ് ആ ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഈ ടെസ്റ്റ് ചാർജിന് 2 സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, ഇറ്റ് മസ്റ്റ് ബി പോസിറ്റീവ്. ലോകം മുഴുവൻ അങ്ങനെയാണ്. നമ്മൾ ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടി മറ്റ് പല കാര്യങ്ങൾ മാത്തമാറ്റിക്സിലെ സൗകര്യമൊക്കെ ഉദ്ദേശിച്ച് നമുക്ക് പോസിറ്റീവ് ചാർജാണ് ടെസ്റ്റ് ചാർജായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ചാർജ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ടെസ്റ്റ് ചാർജ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അത് പോസിറ്റീവാണെന്ന് തലയിൽ വരണം. 2, അതിൻ്റെ സ്ട്രെങ്ത് എത്രയും കുറഞ്ഞിരിക്കണം. കാരണം ഈ ടെസ്റ്റ് ചാർജ് അതിൻ്റെ ഫീൽഡ്, ഏത് ചാർജും അതിൻ്റെ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ടെസ്റ്റ് ചാർജ് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഒരു ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ ടെസ്റ്റ് ചാർജ് കൊണ്ടവിടെ വെക്കുമ്പോൾ ഈ ടെസ്റ്റ് ചാർജിൻ്റെ ഫീൽഡും കൂടെ അവിടെ കയറി വരും. അത് നെഗ്ലിജിബിളായിരിക്കണം. അത് ഒറിജിനൽ ഫീൽഡിനെ സ്ട്രെങ്ത് മാറ്റിക്കളയും. അളക്കാൻ ചെല്ലുമ്പോൾ അളക്കുന്ന ആൾ അളക്കേണ്ട സംഗതിയെ മാറ്റിക്കളയുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ടെസ്റ്റ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയും കുറഞ്ഞിരിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ടെസ്റ്റ് ചാർജ് ഇറ്റ് മസ്റ്റ് ബി പോസിറ്റീവ്. 2, ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഷുഡ് ബി ആസ് സ്മോൾ ആസ് പോസിബിൾ. ഒരു ഐഡിയൽ ടെസ്റ്റ് ചാർജ് നമുക്കില്ല. ഇലക്ട്രോൺ പോലും നല്ലൊരു ടെസ്റ്റ് ചാർജ് അല്ല. അതിൻ്റേതായിട്ടുള്ള ഫീൽഡ് ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മെഷർ ചെയ്യേണ്ട ഫീൽഡിനെ ഇത് കയറി അഫക്റ്റ് ചെയ്യും, ഡിസ്റ്റർബ് ചെയ്യും. അപ്പം നമ്മുടെ മെഷർമെൻറ്റിൽ അല്പം എറർ ഉണ്ടാകും. അപ്പോൾ ടെസ്റ്റ് ചാർജ് എന്തായാലും നമ്മൾ ഐഡിയൽ കേസ് അങ്ങ് പറയും. ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ΔQ, എത്രയും ചെറുതെന്ന് കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ +ΔQ അതാണ് ടെസ്റ്റ് ചാർജ്. അപ്പോൾ ഇൻറ്റൻസിറ്റി, ഇപ്പോൾ ഫീൽഡ് ക്രിയേറ്റിംഗ് ചാർജ് +Q ആണെന്നിരിക്കട്ടെ. ഇത് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചാർജ്. ഇതിൻ്റെ ഫീൽഡിന് ചുറ്റുപാടുമുണ്ട് എങ്കിൽ ഇതിൽ നിന്ന് 6 അകലത്തിലുള്ള ഒരു പോയിൻ്റായി എയിലെ ഇൻറ്റൻസിറ്റി ഒന്ന് അറിയണമെങ്കിൽ ഇവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചാർജ് വെച്ച് കൊടുക്കുക, ΔQ. എന്നിട്ട് ഈ ടെസ്റ്റ് ചാർജ് കൊടുത്ത ഫോഴ്സ് കാണണം. F = 1/4πε0 Q1 Q2 /r². Q × ΔQ/r². എങ്കിൽ ഇൻറ്റൻസിറ്റി F/ΔQ, ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ 1/4πε0 Q/r², ന്യൂട്ടൺ പെർ കൂളംബ്. ഇതിപ്പോൾ പ്ലസ് ചാർജ് ആണെങ്കിൽ
ഈ ടെസ്റ്റ് ചാർജ് പ്ലസ് ആണെന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതും പ്ലസ് ആണ്. ഫീൽഡ് ക്രിയേറ്റിംഗ് ചാർജ് പ്ലസ് ആണെങ്കിൽ ഈ ടെസ്റ്റ് ചാർജിന് ഇങ്ങോട്ട് റിപ്പൾഷനാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി ഇങ്ങോട്ടാണ്. ഇത് നെഗറ്റീവ് ചാർജാണ്. ടെസ്റ്റ് ചാർജിന് അങ്ങോട്ടാണ് ഫോഴ്സ് കിട്ടുന്നത്. അപ്പോൾ ഫീൽഡ് ഇങ്ങോട്ടാന്ന് പറയും. ചുരുക്കത്തിൽ പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് എവേ ഫ്രം ദി പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് ടുവേർഡ്സ് ദി നെഗറ്റീവ് ചാർജ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് ഇൻറ്റൻസിറ്റി എവേ, നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് ടുവേർഡ്സ്. ഇതും മനസ്സിൽ സൂക്ഷിക്കണം, എങ്കിലേ നമുക്ക് പലതും പെട്ടെന്ന് മനസ്സിലാവും. ബാക്കി അടുത്ത പോസ്റ്റിംഗ് കാണാം. താങ്ക് യു.